ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മളെവിടെ നിൽക്കണ അറിയോ? നമ്മളിപ്പോൾ പുത്തനത്താണി ടൗണിൽ തിരൂർ റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പടിയത്തെ ആയുർവേദ ഫാർമസീൻ്റെ തൊട്ടടുത്തുള്ളൊരു കടേൻ്റെ മുന്നിലാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കടേൻ്റെ മുന്നിൽ നമ്മൾ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഇവിടെ പ്ലാവില എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ പ്രധാനമായിട്ട് എന്തൊക്കെയുള്ള വെച്ചാൽ പ്ലാവില എന്ന് അതിൽ പേരിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ചക്കേൻ്റെ, അതായത് നമ്മളെ നാടൻ ചക്കല്ലേ, നാട്ടിലൊക്കെ എല്ലായിടത്തും ഉണ്ടാണ്, ആ ചക്കേൻ്റെ വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കടയാണ്. ഫുള്ളായിട്ട് ചക്ക വിഭവങ്ങളാണെന്ന് ഞാൻ പറയണില്ല, എന്നാൽ ഇവിടെ പകുതിയിലേറെയും ചക്ക വിഭവങ്ങളാണ് ഈ കടയിലുള്ളത്. അപ്പം നമുക്ക് ഒന്ന് കയറി കണ്ടാലോ? അതിൻ്റെ ഉള്ളിൽ ഒരു ഇക്കുണ്ട്, ആ ഇക്കേനെയും കൂടി നമുക്കൊന്ന് പരിചയപ്പെടണം. ആ ഇക്കയ്ക്ക് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്ക് വേഗം തന്നെ കയറി വയ്ക്കാലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാവില. നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഇതാ ഇക്ക നമ്മളെ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. നമസ്കാരം ഇക്ക. നമസ്കാരം. ഇക്കന്റെ പേരൊന്ന് പറയോ? അൻവർ ബാബു. അൻവർ ബാബു. ഇവിടെ തന്നെ പുത്തനത്താണി തന്നെയാണോ വീട്? അല്ല, പുത്തനത്താണിന്ന് കുറച്ച് പോകണം. മേടിപ്പാറ ചനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. കച്ചവടം ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പൊ അൻവർ ബാബു പുത്തനത്താണി എന്നുള്ള പേരാണ് പൊതുവെ എല്ലായിടത്തും അറിയുന്നത്. അപ്പൊ അങ്ങനെയായിട്ടാണ് എല്ലാം കൊടുത്തത്. അതെ. അപ്പൊ അൻവർ ബാബു എന്ന് പറഞ്ഞ പുത്തനത്താണിത്തെ എല്ലാവർക്കും അറിയും, അത്രയും അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ ഇക്ക ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് കുറേ ആയോ? അസുഖം അല്ല, ഈ ഒരു കച്ചവടം 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞു. ചെറിയ രീതിയിൽ തുടങ്ങിയതായിരുന്നു. പിന്നെ കൂട്ടുകാരെല്ലാവരും കൂടി കൂടിയിട്ട് ഒന്ന് വലുതാക്കി തന്നു. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് കൊടുന്ന് വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് അഡ്രസ് തരുന്നവർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ ജീവിച്ചു പോകുന്നു. എൻ്റെ മുഖം ജസ്റ്റ് ഒന്ന് കാണിച്ചു നമുക്ക് നമ്മളെ വ്യൂവേഴ്സിനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് അൻവർ കേട്ടോ. അപ്പോൾ ഈ ഒരു കട വന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ് കേട്ടോ. സന്തോഷം. അതുകൊണ്ട് നിങ്ങളെ കാത്തിരിക്കായിരുന്നു ഇതുവരെ. അപ്പൊ എല്ലാവർക്കും ഉപകാരമാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ ഒരുപാട് ഉപകാരം കിട്ടട്ടെ. ചികിത്സ ഉപജീവനൊക്കെ കഴിഞ്ഞ പോകാൻ ആകെയുള്ള വരുമാനം ഇത് മാത്രമാണ്. അപ്പൊ ഇക്കയ്ക്ക് എന്തോ ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു അസുഖം? എന്തായിരുന്നു തുടക്കം? അസുഖത്തിന്റെ കാര്യം ഇപ്പൊ കാണിക്കണം. കാലിന്റെ അയ്യോ, ഇതിപ്പോ എന്ത് പറ്റിയതൊക്കെ? എന്താ പറ്റിയ കാലിന്? എന്താ സംഭവം? എന്താ വലിയൊരു മുഴയായിട്ട് കണ്ടതാണ് ആദ്യം, നല്ല വലുപ്പത്തില്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ രക്തക്കോല് വീർത്ത് വന്നിരിക്കണം. ശുദ്ധരക്തം പട പോകുന്ന അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബ്ലോക്ക് ആവുക, ഒരു മുഴ മാതിരി. അത് കട്ട് ചെയ്ത് ഒഴിവാക്കി. പിന്നെ കുറെ കഴിഞ്ഞപ്പോ വീണ്ടും ഉണ്ടായി. അപ്പൊ പിന്നെ അത് ഓപ്പറേഷൻ ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നീട് അത് എംബോളൈസസ് എന്ന് പറഞ്ഞ സർജറി നടത്തിയിട്ട് കരിയിപ്പിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ പിന്നെ രക്തക്കോലൊക്കെ കരിയിപ്പിക്കുക. ഏവിയം മൽഫോർമേഷൻ എന്നാണ് അസുഖത്തിന്റെ പേര്. ഒരു അപൂർവങ്ങളിൽ അപൂർവമായ രോഗം. ഇതുവരെ 39 സർജറി ചെയ്തു. 39 സർജറി ചെയ്ത ആളാണ് കേട്ടോ. എല്ലാരും കേൾക്കണേ. അത്രയും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഇക്കയ്ക്കുള്ളത്. എന്നാലും ജീവിക്കാൻ വേണ്ടി, വേറെ ആളെ മുന്നിൽ കൈന്ന് ഇട്ടാതിരിക്കാനും വേണ്ടി ഇത്രയും നല്ലൊരു കട, നല്ല വൃത്തിയുള്ള, നല്ല ഭംഗിയുള്ള, എല്ലാവർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കടയാണ് ഈ ഇക്ക നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി വെച്ചത്. അപ്പോൾ കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ഇക്കയ്ക്ക് വേണ്ടി ചെയ്യണം. ഞാനിതിൻ്റെ ഇടയിൽ പറയണത് എന്താ വെച്ചാൽ എനിക്ക് അത്രമാത്രം മനസ്സിനൊരു സങ്കടം ആവുക എൻ്റെ ഈ ഒരു ഇത് കേട്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഇപ്പോഴും പിന്നെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണോ? തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വർഷത്തിൽ ആദ്യമൊക്കെ ഒരു സർജറിയൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യമൊക്കെ ആയിട്ട്. പിന്നെ 2020 ശേഷം ഇപ്പോൾ വർഷത്തിൽ 3 എണ്ണമൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. 2019 വരെ വെല്ലൂരിൽ നിന്ന് സർജറി ചെയ്തു. അതിൻ്റെ ശേഷം അസുഖം കൂടി വയറിൻ്റെ ഉള്ളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. വയറിൻ്റെ ഉള്ളിൽ ഈ രക്തക്കോല് വീർത്തിട്ട് അത് ഒക്കെ രക്തം ഇങ്ങനെ ശുദ്ധരക്തം അശുദ്ധരക്തം കൂടെ വന്ന് നിന്നിട്ട് ബലൂണ് പോലെ വീർത്ത് നിൽക്കണം. അത് കൂടി വന്നാൽ പൊട്ടും. അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. പേപ്പർ സർജറി ചെയ്യണം. പക്ഷെ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ചെയ്താൽ ബ്ലീഡിങ് നിൽക്കൂല. കാലിന് സർജറി വേറെ വേണം, വയറിന് സർജറി വേറെ വേണം. ആദ്യം ഒരു അവയവത്തിന് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ 2 അവയവത്തിന് ചെയ്യേണ്ട അവസ്ഥയാണ്. പക്ഷെ അതില് വിഷമമൊന്നുമില്ല. അത് ഇതുവരെ ജീവിച്ചില്ല. ജോലി ചെയ്യാനോ നടക്കാനോ മടക്കാനോ ഒക്കെ പറ്റുന്നുണ്ടല്ലോ. ഇതിലും ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകൾ പരിചയത്തിലുണ്ട്. നടക്കാനോ ഒന്നും പറ്റാത്ത വേദന സഹിച്ച് നടക്കുന്ന ആളുകളൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നു. കുറച്ചു കാലം ഭിക്ഷാടനം നടത്തി, ജോലിക്ക് പോകാൻ പറ്റാതെ ഭിക്ഷാടനം നടത്തിയാണ്. അത് പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും പോയി വീടുകളിലും പള്ളിയിലും അമ്പലത്തിലും ഒക്കെ ആയിട്ട് അന്ന് ഒരുപാട് ആൾക്കാർ കളിയാക്കിയൊക്കെ ചെയ്തിരുന്നു. അപ്പോഴും വലിയ സന്തോഷമൊന്നും അഭിമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാരനോട്
വന്ന് പറഞ്ഞപ്പോൾ അവനാണ് ഇങ്ങനെ ആരും ചെയ്യാത്ത ഒരു തൊഴിലെന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ഞാൻ ഫസ്റ്റിൽ ഈ കച്ചവടം തുടങ്ങിയത്. അന്ന് ഇവിടെ അല്ലായിരുന്നു, അവൻ്റെ കടയുടെ അടുത്താണ്, അവിടെ കുറച്ച് അവിടെ തന്നെ ആയിരുന്നു. പക്ഷെ അവിടെ സൗകര്യം കുറഞ്ഞപ്പോൾ ഇവിടെ കച്ചവടം നടത്തിയെന്ന് ഇതിൻ്റെ ഉടമസ്ഥന് ഈ കട എനിക്ക് വിട്ടു തന്നത്. ഈ ഫർണിച്ചർ, ഗ്ലാസ് എല്ലാം അദ്ദേഹത്തിൻ്റെയാണ്. ഇവിടെ ഈ ഫ്രിഡ്ജ് ഒരാൾ വാങ്ങി തന്നു, ക്യാമറ വെച്ച് തന്നു, അങ്ങനെയൊക്കെ ചെയ്തു തന്നു ഒരാളുകള്. എന്തായാലും ഇതുപോലുള്ള അനുഗ്രഹങ്ങളും ഒരുപാട് ഇനിയും ഇക്കയ്ക്ക് സഹായിക്കേണ്ട. വീടില്ലായിരുന്നു, വീടുണ്ടാക്കി തന്നു. അതുപോലെ മോനെ പഠിക്കാൻ നല്ല ഉഷാറാണ്. മോനെ +2 ഒക്കെ നന്നായി പാസ്സായപ്പോൾ അവനക്ക് ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഇപ്പൊ 2.5 കൊല്ലമായിട്ട് ഡെന്റൽ കോളേജിലാണ്. അവിടേക്ക് പൈസ സ്പോൺസർ ചെയ്യുന്നത് കൂട്ടുകാരാണ്. അവിടെ പഠിക്കണം ചെന്നൈയിൽ. ഇനിയുണ്ട് അവനക്കൊരു 2 വർഷം കൂടി പഠിക്കണം. പിന്നെ താഴെയുള്ളവന് 3ാം ക്ലാസ്സിലാണ്. അങ്ങനെ 2 ആൺകുട്ടികൾ. അപ്പൊ അവന്റെ പഠിപ്പ് കഴിയുന്നത് വരെ ഈ കച്ചവടം നോക്കിയാൽ മതി, അത് കഴിഞ്ഞാൽ നിർത്തണം എന്നൊക്കെ മോൻ പറയും. കാരണം ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴും ഒരുപാട് ആളുകളെ കാണുമ്പോഴും ഒക്കെ ആയിട്ട് അവനക്ക് ഒരു വിഷമം വന്നിട്ടാണ്. കുഴപ്പമില്ല, അവനക്ക് കച്ചവടം നടക്കട്ടെ, ആരും മുമ്പിൽ കൈ നീട്ടല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഒരു എന്താ പറയാ, ഒരു ഉപജീവന മാർഗല്ലേ. ആരും മുന്നിൽ കൈ നീട്ടണില്ലല്ലോ. നല്ല രീതിക്ക് നല്ല വൃത്തിയോടുകൂടി എന്തൊരു ഭംഗിയാ ഇതൊക്കെ അടുക്കി പെറുക്കി വെച്ചതന്നെ കാണാന്. ആരായാലും ഒന്ന് വാങ്ങിപ്പോട്ടോ. അത്രയും നല്ല കാശ് കൊടുത്തിട്ട് ഒന്ന് പരസ്യം ചെയ്യാൻ പറ്റുന്ന വരുമാനമല്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണല്ലേ അല്ലേ, സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. നമുക്ക് എന്തൊക്കെയാന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാൻ കഴിയുമോ? പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ ഉള്ളതൊക്കെ ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഓർഗാനിക് പ്രോഡക്റ്റുകളാണ്, ബേക്കറി ഐറ്റംസ് അല്ല. ഷുഗറോ മൈദ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. ചക്കന്റെ അലുവ, വരട്ട്, ചിപ്സ്, പിന്നെ അച്ചാറ്, പുട്ടുപൊടി, പിന്നെ അതുപോലെ ജ്യൂസ്, പിന്നെ ജാമുണ്ട്, പിന്നെ ഈ കാണുന്ന നട്ട്സ്, തേനിലിട്ട 8 തരം നട്ട്സ്, ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫുഡാണ്. ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ കടയിലുള്ള. അല്ലാതെ ബേക്കറി ഐറ്റംസുകളൊന്നും അല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നല്ല വൃത്തിയോടുകൂടി അടുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞുതരുമോ? ഇത് പഴുത്ത ചക്കന്റെ ചിപ്സ് ആണ്. നമ്മള് എണ്ണയിലൊന്നും വറുക്കുന്ന ഐറ്റംസ് അല്ല. ഇത് പഴുത്ത ചക്കന്റെ ചിപ്സ് എല്ലാ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റും. ഒരു പാക്കറ്റിന് 80 രൂപയാണ്. 80 രൂപ. ഇത് പുറത്തേക്കൊക്കെ അയക്കുന്നുണ്ട്. എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്ന നല്ലൊരു ബ്രാൻഡാണ്. ഇത് സാമ്പിള് കഴിച്ചു നോക്കാം. ആയിക്കോട്ടെ, കഴിക്കാം. ഇതാണ് കേട്ടോ സംഭവം. ഇത് കൈ പിടിച്ചോ, കഴിച്ചോക്കാണേ. ഇതിന്റെ പേര് പോലെ തന്നെ നല്ല ക്രിസ്പായിട്ടുണ്ട് കേട്ടോ, നല്ല മധുരം. ഇക്ക പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുവേ. നല്ല മധുരമുണ്ട്, നല്ല ആ ചക്കേന്റെ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇക്ക ഇതാണ് ചമ്മന്തി അല്ലേ, ചമ്മന്തിപ്പൊടി. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. എരിവുണ്ടാവോ? ചെറിയ രീതിയിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെതാ കുരുമുളക്, ചക്ക കുരുമുളക് അച്ചാർ. ചക്കയും കുരുമുളകിന്റെ പൊടിയും കൂടെ ചേർത്തുണ്ടാക്കുന്ന മുളകും പൊടിയില്ല, അത് ചേർത്തുണ്ടാക്കുന്ന അച്ചാർ വേറെ. ഇത് മുളകിട്ടുണ്ടാക്കുന്നത്. ഇത് മുളകിട്ടിട്ടുള്ള അച്ചാറ്, ഇത് കുരുമുളക് പൊടിന്റെ അച്ചാറ്. പിന്നെ നെല്ലിക്ക കാന്താരി. നെല്ലിക്ക കാന്താരി മുളകും നെല്ലിക്കും കൂടെ ഒരു പാനീയം. ഷുഗർ രോഗികൾക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ ചേർത്തിട്ട് ഇത് കലക്കി കുടിക്കാം. തണുത്ത വെള്ളമാണെങ്കിൽ നല്ലത്. കാന്താരി മുളകും നെല്ലിക്കും കൂടെ ഇതിമേ എഴുതിയ പോലെ ചെയ്താൽ മതി. അടുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഒരു പാകത്തിനായിട്ട് നിൽക്കും. നല്ല സാധനമാണ്. പിന്നെ ഇതാ പുട്ടുപൊടി ഉണ്ട് കേട്ടോ. ഇതിൽ സമ അരിപ്പൊടി ചേർത്തിട്ട് ഈ ഒരു ചക്കപ്പൊടി ഈക്വൽ അളവിൽ എടുത്തതിന് ശേഷമാണ് ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാൻ പറ്റുക. പിന്നെ ഇതാ ചക്കേൻ്റെ ഐറ്റംസ് ബിസ്ക്കറ്റ്, ചക്കക്കുരുവിൻ്റെ പായസം മിക്സ് ആണേ. ഇത് ഉണ്ടാക്കേണ്ട രീതി ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ചക്കപ്പൊടി, ചക്കപ്പൊടി കൊണ്ട് എല്ലാ സാധനവും ഉണ്ടാക്കാം. ദോശ, ചപ്പാത്തി, പുട്ട്, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ഈ ഭാഗത്തേക്ക് ഒന്ന് നോക്കട്ടോ. ഇവിടെ ചക്ക വരട്ട്, ചക്ക സ്ക്വാഷ്, ചക്കേന്റെ ഹൽവ, പിന്നെ അതേപോലെ തന്നെ ചക്കപ്പൊരി. ഇതൊക്കെ ഓർഡർ തരുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ എവിടേക്കും അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കും. ഓർഡർ തരുമ്പോൾ വാട്സപ്പിൽ കൂടി വോയിസ് വിടാതെ, ഫോൺ ചെയ്യാതെ വാട്സപ്പിൽ കൂടി ടൈപ്പ് ചെയ്ത് തന്നാൽ എനിക്ക് വലിയ ഉപകാരമാണ്. കാരണം ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് കേൾക്കുന്നതൊക്കെ ഈ ഒരു സാധനം ചെവിയിൽ വെച്ചിട്ടാണ്. ഇതുണ്ടായതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഫോണിൽ കൂടി കേൾക്കൂല. ഫോണിൽ ഒരാൾ വോയിസ് വിട്ടാലോ ഒരാൾ ഫോൺ ചെയ്താലോ എനിക്ക് ഇതുകൂടെ കേൾക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഓപ്പറേഷൻ അങ്ങനെ ചെയ്തിട്ട് കാഴ്ചക്കും കയ്യിന് ഇപ്പൊ കൈയിന്റെ ഇവിടെ ഒക്കെ അവിടെ, അതുപോലെ കാലിന് അങ്ങനെയായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എനിക്ക് സംസാരം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വ്യൂവേഴ്സ് ദയവ് ചെയ്ത് ആൾക്ക് വോയിസ് മെസ്സേജ് ഒന്നും അയക്കാതിരിക്കുക. സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് മെസ്സേജ് ആയിട്ട് എഴുതി അയച്ചാൽ മതി കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയെന്ന് മാത്രം ഞാൻ പറയണില്ല, ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാം. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ വന്ന് കാണണം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടുന്ന് വാങ്ങാണ്ട്, അപ്പോൾ ഞാനതൊക്കെ വാങ്ങാണ്. അപ്പോൾ അടുത്ത വീഡിയോകളിൽ ഞാൻ അതുകൊണ്ടുള്ള ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കി എനിക്ക് കാണിച്ചു തരും. അപ്പോൾ ഇക്കനോട് എന്താ പറയാനുള്ളത് വെച്ചാൽ, ഇക്ക ഒരുപാട് പിന്നെ സങ്കടം, എന്താ ഇപ്പം എനിക്ക് പറയേണ്ട അറിയില്ല. ഇക്കേൻ്റെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു, അതിലേറെ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇക്കൻ്റെ ഈ ഒരു ജീവിതം ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ആ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇക്കേനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് തന്നെ വാങ്ങുക. ഇക്കേൻ്റെ നമ്പർ ഞങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ ഇടുന്നതായിരിക്കും. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ, കണ്ടല്ലോ എല്ലാ അവസ്ഥകളും എല്ലാവർക്കും ഒരുപോലെ ഒന്നും ആവില്ല. അപ്പോൾ എല്ലാ കാലത്തും എല്ലാവർക്കും സന്തോഷത്തോടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇക്കേൻ്റെ ജീവിതം ഇനിയും നല്ല നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചിരുള്ളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതേപോലത്തെ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ ഞാൻ ഇവിടെ നിന്ന് എടുക്കണ്ടേ. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ട്, അതായത് ഈ കുക്കീസിൻ്റെ ബിസ്ക്കറ്റിൻ്റെ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. സ്ക്വാഷ് കേട്ടോ. അതുപോലെ ചക്കേൻ്റെ ചമ്മന്തിപ്പൊടി. പിന്നെ ഞാൻ ഇവിടെ സംഭവം കണ്ടിട്ടുണ്ട്, ഈ കുരുമുളകിൻ്റെ അച്ചാർ. ഇതെങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് നോക്കാമല്ലോ. പിന്നെ എന്തൊക്കെയോ എടുക്കണമെന്നുണ്ട്, എൻ്റെ കയ്യിൽ സ്ഥലമില്ല. എന്തായാലും ഞാൻ കുറച്ചും കൂടിയൊക്കെ ഇവിടെ നിന്ന് എടുക്കണ്ടേ. അതിനെനിക്ക് ഇവിടെ എല്ലാം കൂടി കണ്ടിട്ട് ഏതൊക്കെ എടുക്കണ്ടെന്നുള്ളൊരു ഇത് മനുവിന് വേണമെന്നാണ് പറഞ്ഞത്. മനുവിന് ഞാൻ അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തുട്ടോ. അപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, ഇവിടെ വന്നാൽ നിങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിപ്പോണേ. അത്രയും ടേസ്റ്റുള്ള സംഭവങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക. ഇവിടുന്ന് നമുക്ക് കഴിയുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിപ്പോവുക. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെ പടക്കി വാങ്ങിയിട്ട്. ഇനി ഒരുപാട് സാധനങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ അവിടെ കൊണ്ടുവയ്ക്കട്ടെ കേട്ടോ.